നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കാർ സ്വകാര്യ ബസിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. അടൂർ കൊടുമൺ സ്വദേശിനി അമൃതയാണ് മരിച്ചത്. ഓച്ചിറ പ്രയാർ പാലത്തിന് സമീപമായിരുന്നു അപകടം. 9 പേർക്ക് പരിക്ക്. മയ്യനാട് ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുന്നു. വഴിയാത്രക്കാരനായ യുവാവിന് കുത്തേറ്റു. മയ്യനാട് മുക്കം സ്വദേശി ആസിമിനാണ് കുത്തേറ്റത്. കശുവണ്ടി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ സൗജന്യമായി കശുവണ്ടി തൈകൾ കൃഷിക്കായി നൽകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സ്കൂൾ വിദ്യാർത്ഥികളെയും പദ്ധതിയുടെ ഭാഗമാക്കും. വിശദമായ വാർത്തകളിലേക്ക്. കാർ സ്വകാര്യ ബസിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു. അടൂർ കൊടുമൺ സ്വദേശിനി അമൃതയാണ് മരിച്ചത്. ഓച്ചിറ പ്രയാർ പാലത്തിന് സമീപമായിരുന്നു അപകടം. 9 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ പരിക്കേറ്റ 1.5 വയസ്സുള്ള കുട്ടിയുടെ നില ഗുരുതരമാണ്. നിയന്ത്രണം വിട്ട കാർ എതിരെ വന്ന സ്വകാര്യ ബസിൽ ഇടിച്ചു കയറിയാണ് യുവതി മരിച്ചത്. അടൂർ കൊടുമൺ നിലമേൽമേലേതിൽ അരുണിന്റെ ഭാര്യ 27-കാരിയായ അമൃതയാണ് മരിച്ചത്. കരുനാഗപ്പള്ളി സ്വദേശിനിയാണ് അമൃത. പുനലൂരിൽ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം അഴീക്കൽ ബീച്ച് കാണാനെത്തി തിരികെ ഓച്ചിറ ഭാഗത്തേക്ക് പോകുമ്പോൾ പ്രയാർ പാലത്തിന് സമീപമായിരുന്നു അപകടം. അപകടത്തിൽപ്പെട്ട അമൃതയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മരണം സംഭവിച്ചത്. ഒപ്പം യാത്ര ചെയ്ത അമൃതയുടെ മകൾ 1.5 വയസ്സുള്ള മിയോണി ഗുരുതരമായ പരിക്കുകളോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമൃതയുടെ ഭർത്തൃ സഹോദരി കൊടുമൺ നിലമേൽമേലേതിൽ അർച്ചന, അമൃതയുടെ അമ്മ പത്മാവതി അമ്മ എന്നിവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വാഹനമോടിച്ച അർച്ചനയുടെ പ്രതിശ്രുത വരൻ മുണ്ടക്കയം കുളത്തിൽ വീട്ടിൽ സാംസണ് ഗുരുതരമായ പരിക്കുണ്ട്. മൂവരെയും കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് യാത്രികരായ ക്ലാപ്പന അരുണ്യവാസിൽ ലീലാമണി, വൈക്കം തോട്ടത്തിൽ പൂജ ബിജു, ആദിനാട് സ്വദേശി രജനി, പ്രയാർ പൂമുഖത്ത് വീട്ടിൽ പത്മകുമാരി, ക്ലാപ്പന വെള്ളാറ്റിൽ ഷൈജ ബീഗം, ക്ലാപ്പന പ്ലാൻകീഴിൽ നബീസ് എന്നിവരെ പരിക്കുകളോടെ ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുനലൂരിൽ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം അഴീക്കൽ ബീച്ച് സന്ദർശിച്ച് സന്തോഷത്തോടെ തിരികെ മടങ്ങുമ്പോഴായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ എതിരെ വന്ന സ്വകാര്യ ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കുണ്ടറയിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്ക് യാത്രികരെ ഇടിച്ചു തെറിപ്പിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. പെരുമ്പുഴ വഞ്ചിമുക്കിന് സമീപമായിരുന്നു അപകടം. കുണ്ടറ പെരുമ്പഴ വഞ്ചിമുക്കിന് സമീപമാണ് അപകടമുണ്ടായത്. റോഡരികിൽ വെച്ചിരുന്ന ബൈക്കിലേക്ക് യാത്രക്കാർ കയറാൻ തുടങ്ങുമ്പോൾ അമിത വേഗതയിലെത്തിയ കാർ ഇവരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. അമിത വേഗതയിൽ എത്തിയ കാർ മറ്റൊരു റോഡിലേക്ക് തിരിയാൻ ശ്രമിച്ച കാറിനെ ഇടിച്ച ശേഷമാണ് ബൈക്ക് യാത്രികരെ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മയ്യനാട് ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുന്നു. വഴിയാത്രക്കാരനായ യുവാവിന് കുത്തേറ്റു. മയ്യനാട് മുക്കം സ്വദേശി ആസിബിനാണ് കുത്തേറ്റത്. ലഹരിക്ക് അടിമകളായ 3 യുവാക്കളാണ് അക്രമം നടത്തിയത്. റോഡിലൂടെ പോയവരെ മർദ്ദിക്കുകയും ചെയ്തു. ലഹരിക്ക് അടിമകളായ യുവാക്കളുടെ സംഘമാണ് വഴിയാത്രക്കാരനായ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചത്. മയ്യനാട് മുക്കം സ്വദേശി ആസിമിനാണ് ലഹരി സംഘങ്ങളിൽ നിന്ന് കുത്തേറ്റത്. ഇരുചക്ര വാഹനങ്ങളിൽ ചീറിപ്പാഞ്ഞ സംഘം വഴിയാത്രക്കാരെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. ആക്രമണമേറ്റ പലരും ഓടി രക്ഷപ്പെട്ടു. ഈ സമയം അതുവഴി വരികയായിരുന്ന ആസിമിനെ അസഭ്യം പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നു. അക്രമി സംഘത്തിൽപ്പെട്ട ഒരാളാണ് കത്തി ഉപയോഗിച്ച് അസീമിനെ കുത്തിയത്. ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തിയാണ് അക്രമികളിൽ ഒരാളെ ഓടിച്ചിട്ട് പിടികൂടിയത്. പരിക്കേറ്റ അസീമിനെ മയ്യനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ോട്ട് പോയായിരുന്നു മയനാട് നിന്ന്. അപ്പോഴത്തേക്ക് തടഞ്ഞു നിർത്തി 3 പേര് കള്ളുപിടിച്ച് ഫിറ്റായിട്ട് വന്നിട്ട് ഇടിച്ച്. പിന്നെ 3 പേരെ കയ്യിലും വാളൊക്കെ ഉണ്ടായിരുന്നു. 2 പിച്ചാത്തി പോലത്തെ സാധനവും പിന്നെ ഇടിവളയൊക്കെ ഇട്ട് ഇടിച്ച്. പയ്യന്മാര് 3 പേര് തെറി വിളിച്ചു. ആദ്യമേ തെറി വിളിച്ചോണ്ട് ഇടിച്ച്. വേറെ 2 പേരെ ഇടിച്ച്. ഞാൻ ചെന്ന് കയ്യിൽ 3 കുത്തു. പിച്ചാത്തി കണക്കത്തെ സംഭവം. പിച്ചാത്തി തന്നെ
പിച്ചാത്തി. അമ്മമാര് കഞ്ചാവാ 3 പേരും, അതുകൊണ്ടാണ് അമ്മമാര് ഇടിച്ചത്. മയ്യനാട് കേന്ദ്രീകരിച്ച് നിരവധി അക്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രദേശത്തെ പല ഭാഗങ്ങളും ലഹരി സംഘങ്ങൾ കയ്യേറുന്നതായി വ്യാപകമായ പരാതിയാണുള്ളത്. ആക്രമണം നടത്തിയ യുവാക്കളിൽ കാപ്പാക്കേസ് പ്രതി ഉൾപ്പെടെ ഉണ്ടെന്നും യുവാക്കൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് റാഫി പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായ ബാസിദ് എന്ന ഒരു പയ്യനെ മുക്കം കുഴിശ്ശേരി മുക്കിൽ വെച്ച് ഒരു 2-3 സംഘം അവിടെയുള്ള ഒരു സാമൂഹ്യ വിരുദ്ധ സംഘം എന്ന് പറയാം, ആ സംഘം മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിന് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ തന്നെ അസീമിനെ അതിക്രൂരമായ രീതിയിൽ കുത്തി പരിക്കേൽപ്പിക്കുക. കാരണം 4-5 അടുത്താണ് കുത്തിയിരിക്കുന്നത്. നിന്നെയൊക്കെ കൊന്നുകളയുമെന്ന് പറഞ്ഞാണ് അവന്മാർ ഈ സാമൂഹ്യ വിരുദ്ധ സംഘം. കാരണം ഇന്നിപ്പം വയനാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഗുണ്ട മാഫിയ സംഘങ്ങൾ, മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ ഒരു വിളയാട്ടമായി നമ്മുടെ ഈ വയനാട് പ്രദേശം മാറിയിരിക്കുകയാണ്. കാരണം 8 മണി കഴിഞ്ഞാൽ മുക്കം റെയിൽവേ സ്റ്റേഷൻ, നമ്മളെ വയനാട് റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ തന്നെ താനി, ഉമേലൂർ, ഏല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വളരെ ഈ സംഘം ഭയങ്കരമായ മയക്കുമരുന്ന് കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. MDMA പോലുള്ള മാരകമായ ഈ മയക്കുമരുന്നുകൾ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് ഈ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ അസീമിനെ മർദ്ദിച്ച ഒരു പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അത് കാപ്പ കേസിലെ പ്രതിയാണ്. ആ പ്രതിയുടെ കൂടെ മറ്റു 2 പ്രതികളുണ്ട്. അവർ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ പ്രതികളെയും കൂടെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കശുവണ്ടി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ സൗജന്യമായി കശുവണ്ടി തൈകൾ കൃഷിക്കായി നൽകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. തേവലക്കരയിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം കശുവണ്ടി മേഖലയുടെ പുനരുജ്ജീവനവും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. താൽപ്പര്യമുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 4 കശുവണ്ടി തൈകൾ സൗജന്യമായി നൽകി അത് നട്ടുപരിപാലിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. നിങ്ങൾ സ്ഥലം അവൈലബിൾ ആക്കുകയാണെങ്കിൽ അവിടെ തൈ കൊണ്ടുവന്ന് വെച്ച് അത് കശുവണ്ടി തൈ കൊണ്ടുവച്ച് അതിൻ്റെ ഒരു കൃഷി പ്രോത്സാഹിപ്പിക്കും. നമ്മൾ തന്നെ ഡിപ്പാർട്ട്മെന്റ് തന്നെ മുൻകൈ എടുത്ത് അതിൻ്റെ നിങ്ങൾക്ക് പഞ്ചായത്തിന് തന്നെ ആരെങ്കിലും ഏർപ്പെടുത്തി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവർക്കുള്ള അതിനുള്ള സാമ്പത്തിക സഹായം അടക്കം ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാം. അങ്ങനെ കൃഷിയോട് താല്പര്യമുള്ളവർ വളർത്തിയെടുക്കുക, അതിനവർക്കൊരു അവസരം ഉണ്ടാകുക. അതോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികളിൽ ഇതിന് താല്പര്യമുള്ളവരെ കേരളത്തിലാകെ ഞങ്ങളിപ്പോൾ കണക്കിട്ടിരിക്കുന്ന ഒരു 50,000 കുട്ടികൾ ഒരാൾക്ക് 4 തൈ വെച്ച് കൊടുക്കും. അവർ വീട്ടിൽ പോയി ഇത് വളർത്തുന്ന, അതിനോട് താല്പര്യമുള്ളവർ വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയ. എല്ലാം കശുവണ്ടിയുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഇത് വെറുതെ കുറേ കാശ് ചിലവാക്കി ഇത് വെറുതെ കളയുന്ന, സർക്കാരിൻ്റെ കാശ് കളയുന്ന മാറ്റി അതിൽ നല്ലൊരു ശതമാനം വളർന്നു വന്നു കഴിഞ്ഞാൽ സോഷ്യൽ ഫോറസ്ട്രിയുടെ കാശ് ലാഭം, കാഷ്യൂ ഇതിൻ്റെ കാശ് ലാഭം. 13 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിൽ. ചവറ കുളങ്ങര ഭാഗം സ്വദേശി ഉമേഷ് ലാലാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് ടീമും ചവറ പോലീസും നടത്തിയ പരിശോധനയിലാണ് 13.480 ഗ്രാം MDMAയുമായി ഇയാളെ അറസ്റ്റ് ചെയ്തത്. ബംഗളൂരിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് മയക്കുമരുന്ന് വാങ്ങി ചവറയിലും സമീപ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. പോലീസിന്റെ സംസ്ഥാന വ്യാപക ലഹരിവിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായുള്ള പരിശോധനയിലാണ് ചവറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും വീണ്ടും ലഹരി കണ്ടെത്തിയത്. ഡാൻസ് ഓഫ് സംഘവും ചവറ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 13.480 ഗ്രാം MDMAയുമായാണ് യുവാവ് പിടിയിലായത്. സംഭവത്തിൽ ചവറ കുളങ്ങര ഭാഗം ഉമേഷ് ഭവനം വീട്ടിൽ ഉമേഷ് ലാലാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച രാത്രി 9:30 കുളങ്ങര ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ഉമേഷ് ലാൽ പിടിയിലായത്. കഴിഞ്ഞ ദിവസം 1.05 ഗ്രാം MDMAയുമായി മുഹമ്മദ് ഷഫീഖ് എന്ന യുവാവ് ചവറ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉമേഷ് ലാലിനെ അറസ്റ്റ് ചെയ്തത്. ആഡംബര ജീവിതം നയിക്കുന്നതിനായി ബംഗളൂരുവിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് മയക്കുമരുന്ന് വാങ്ങി ചവറയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയായിരുന്നു ഇയാളെന്ന് ചവറ പോലീസ് പറഞ്ഞു. നാർക്കോട്ടിക് സെൽ ACP റോബർട്ട് ജോണി, കരുനാഗപ്പള്ളി ACP ജോൺ എന്നിവരുടെ നിർദ്ദേശപ്രകാരം SI കണ്ണന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും ചവറ പോലീസ് ഇൻസ്പെക്ടർ മനോജിന്റെ നേതൃത്വത്തിൽ SI സന്തോഷ്, SCPO
ഹരിലാൽ എന്നിവരടങ്ങിയ പോലീസ് സംഘവും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ചവറ. നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയുടെ വികാരവും തനത് സംസ്കാരത്തിന്റെ ഭാഗവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കൂട്ടായ പരിശ്രമത്തിലൂടെ വള്ളം കളിയെ കൂടുതൽ ആവേശകരവും ആകർഷകവുമാക്കാൻ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളി നമ്മുടെ തനത് സംസ്കാരത്തിന്റെ ഭാഗവും ആലപ്പുഴയുടെ വികാരവുമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വള്ളംകളി എല്ലാ വിഭാഗം ജനങ്ങളെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന മഹത്തായ കായിക വിനോദമാണ്. കൂട്ടായ പരിശ്രമത്തിലൂടെ വള്ളംകളിയെ കൂടുതൽ ആവേശകരവും ആകർഷകവുമാക്കാനാവണം. ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് വള്ളംകളിക്ക് ആവശ്യമായ എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളും പിന്തുണയും ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ ജില്ലാ കളക്ടർ ഷാജി വി നായർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കവി ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഓർമ്മകൾക്ക് 90 വർഷം. മുളങ്കാടകത്തെ സ്മൃതി മന്ദിരത്തിൽ കവിതകൾ കൊണ്ട് അഞ്ജലി അർപ്പിച്ചു. ഇടപ്പള്ളി സ്മാരക സമിതിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. മരണത്തിന്റെ മണിമുഴക്കത്തെ കവിതയായി അനുഭവിച്ചു കടന്നുപോയ കവി ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഓർമ്മകൾക്ക് 90 വർഷം. മഹാകവി ഇടപ്പള്ളിയുടെ 90ാമത് ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം നടത്തി. സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലം മുളങ്കാടകത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കവിതാലാപനവും നടന്നു. മരണത്തെ പിൽകിയിട്ട് 90 ആണ്ട് തികയുകയാണ്. 1936 ജൂലൈ മാസം 4-ാം തീയതി അർദ്ധരാത്രിയിൽ കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലാണ് കവിതയും ജീവിതവും മാറ്റിവെച്ചിട്ട് മരണത്തെ പിൽകിയത്. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തം നൽകിയ കവിയാണ് ഇടപ്പള്ളി. ഇടപ്പള്ളിയും ചെങ്ങമ്പുടിയും തുടങ്ങിവെച്ച മലയാള കവിതയിലെ കാൽപ്പനിക കഥയ്ക്ക് ഇന്നും തുടർച്ചയുണ്ടായിക്കൊണ്ടിരിക്കുന്നു. മലയാള കവിതയുടെ നവീന മുഖമാണ് ഇടപ്പള്ളിയും ചെങ്ങമ്പുടിയും. ആ നവീനതയുടെ ഭാഗമായി ധാരാളം കവികളാണ് മലയാള ഭാഷയിൽ പിന്തുടർന്നു വരുന്നത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നിരൂപണ വിധേയമായ കവിയും കവിതയും ഇടപ്പള്ളി രാഘവൻപിള്ളയുടേതാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജീവിതത്തിന് വേണ്ടിയും പോരാടിയ കവിയാണ് ഇടപ്പള്ളി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് നിരൂപകർ വിലയിരുത്തുന്നു. കവനലീലയിലെന്നുറ്റ തോഴരാം കനകതൂലികേ കാനന പ്രാന്തമേ മധുരമല്ലാത്തൊരൻ മൗനഗാനത്തിൻ മതതരളമാം മാമരക്കൂട്ടമേ പിരികയാണിതാ ഞാനോരഥകൃതൻ കരയുവാനായി പിറന്നൊരു കാമുകൻ. പിരികയാണിതാ ഞാനോരഥകൃതൻ കരയുവാനായി പിറന്നൊരു കാമുകൻ. മണലടിഞ്ഞു മയങ്ങിക്കിടക്കട്ടെ പ്രണയമറ്റതാമീ മൺപ്രദീപകം. 27 വർഷം മുമ്പാണ് കൊല്ലത്ത് ആദ്യമായി കവിക്ക് സ്മാരകം ഉയർന്നത്. ഇടപ്പള്ളി സ്മാരക സമിതി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് അന്ത്യവിശ്രമ സ്ഥലം കണ്ടെത്തിയത്. തുടർന്ന് ഫലകം സ്ഥാപിച്ചു. പിന്നീട് സ്മൃതി മണ്ഡപം നിർമ്മിച്ചു. തുടർന്ന് സമീപത്ത് കെട്ടിടവും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബിവറേജസ് കോർപ്പറേഷൻ മാനേജരെ മർദ്ദിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. നിലമേൽ കൈത്തോട് സ്വദേശികളാണ് അറസ്റ്റിലായത്. കൊല്ലം മടത്തറയിലായിരുന്നു സംഭവം. കൊല്ലം മടത്തറയിൽ ബെബ്കോ മാനേജറെ ക്രൂരമായി മർദ്ദിച്ച 3 പേരാണ് ചിതറ പോലീസിന്റെ പിടിയിലായത്. നിലമേൽ കൈതോട് സ്വദേശികളായ മർജാൻ, നാദർ, അമൽ മോഹൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ശനിയാഴ്ചയായിരുന്നു സംഭവം. പ്രതികൾ മദ്യപിച്ച സ്ത്രീകൾ മാത്രമുള്ള പ്രീമിയം കൗണ്ടറിൽ മദ്യം വാങ്ങാൻ ചെല്ലുകയും ജീവനക്കാരിയെ ശല്യം ചെയ്യുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട മാനേജർ യുവാക്കളെ ഷോപ്പിൽ നിന്നും ഇറക്കിവിട്ടു. ഇവർ പുറത്തു കാത്തുനിന്ന് മാനേജർ ഇറങ്ങിയ സമയം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 4:30 സമയത്തോടെ 3 യുവാക്കൾ നമ്മുടെ മടത്തറ ബിവറേജ് ഔട്ട്ലെറ്റിൻ്റെ മുകളിലത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന പ്രീമിയം കൗണ്ടറിൽ ഒരു വനിതാ ജീവനക്കാരി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ കൗണ്ടറിലെത്തി അവർ വളരെ മോശമായ രീതിയിൽ ജീവനക്കാരിയോട് സംസാരിച്ചതിനെ തുടർന്ന് ഞാൻ അങ്ങോട്ട് ചെന്ന്
പിരിത്തുവിടുകയാണ് ഉണ്ടായത്. അതിൻ്റെ അതേ വൈരാഗ്യത്തിൽ ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ യുവമാർ 3 പേരും കൂടി ചെന്ന് 3 സംഘം നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്ന യുവമാർ വളരെ മാരകമായി എന്നെ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത്. എൻ്റെ തലയെ ലക്ഷ്യമാക്കി യുവമാർ ഇടിക്കുകയുണ്ടായി. അതുപോലെ കൈയുടെ മസിൽ ഇടിച്ച് ചതച്ചു, വയറിൽ നല്ല രീതിയിൽ മർദ്ദിച്ചു. പാർക്ക് ചെയ്തിരുന്ന കാറിൽ അവന്മാർ ചവിട്ടി ഞണുക്കുകയുണ്ടായി. ഇങ്ങനെ അതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് അവന്മാരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. പരിക്ക് പറ്റിയ മാനേജർ വിനോദ് കടക് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കാറിൽ സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ചിതറ പോലീസ് സബ് ഇൻസ്പെക്ടർ അജിത് ലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ചിതറ വളവുപച്ചയിൽ നിന്നാണ് ഇവർ പിടിയിലായത്. അമൽ മോഹൻ, പള്ളിക്കൽ, കിനിമാനൂർ സ്റ്റേഷനുകളിൽ 4 കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാന ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ കൊല്ലം ജേതാക്കളായി. ഫൈനലിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് തൃശൂരിനെ പരാജയപ്പെടുത്തിയത്. കൊല്ലത്ത് നടന്ന സംസ്ഥാന ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിലാണ് ആതിഥേയരായ കൊല്ലം ജേതാക്കളായത്. ഫൈനലിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് തൃശൂരിനെ കൊല്ലം പരാജയപ്പെടുത്തിയത്. രണ്ടാം പകുതിയിലാണ് 3 ഗോളുകളും നേടിയത്. കൊല്ലം ടീമിലെ എം അനീഷാണ് ടൂർണമെന്റിലെ മികച്ച താരം. ലൂസേഴ്സ് ഫൈനലിൽ തിരുവനന്തപുരം ജേതാക്കളായി. 2-നെതിരെ 3 ഗോളുകൾക്കാണ് തിരുവനന്തപുരം എറണാകുളത്തെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റൻ ഒളിമ്പ്യൻ PR ശ്രീജേഷ് വിജയികൾക്ക് ട്രോഫി സമ്മാനിച്ചു. മന്ത്രി ബിന്ദു കൃഷ്ണ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള ഹോക്കി സംസ്ഥാന സെക്രട്ടറി കെ നിയാസ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ VS സയോ, ജില്ലാ സെക്രട്ടറി ഡോക്ടർ MJ മനോജ്, ജില്ലാ സ്പോർട്സ് ഓഫീസർ അവിനാഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കാർ സ്വകാര്യ ബസിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. അടൂർ കൊടുമൺ സ്വദേശിനി അമൃതയാണ് മരിച്ചത്. ഓച്ചിറ പ്രയാർ പാലത്തിന് സമീപമായിരുന്നു അപകടം. 9 പേർക്ക് പരിക്ക്. മയ്യനാട് ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുന്നു. വഴിയാത്രക്കാരനായ യുവാവിന് കുത്തേറ്റു. മയ്യനാട് മുക്കം സ്വദേശി ആസിമിനാണ് കുത്തേറ്റത്. കശുവണ്ടി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ സൗജന്യമായി കശുവണ്ടി തൈകൾ കൃഷിക്കായി നൽകുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സ്കൂൾ വിദ്യാർത്ഥികളെയും പദ്ധതിയുടെ ഭാഗമാക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.